Welcome to a video tutorial about the short story Adventures in a Banyan Tree by Ruskin Bond, which is included in the 10th Standard English textbook. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു അധ്യായമായ റസ്കിൻ ബോണ്ട് രചിച്ച അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചെറുകഥ സംബന്ധിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. Ruskin Bond, born on 19 May 1934, is an Indian author of British descent. 1934 മെയ് മാസം 19 ജനിച്ച റസ്കിൻ ബോണ്ട് ബ്രിട്ടീഷ് വംശപാരമ്പര്യമുള്ള ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദി ഏജ് ഓഫ് 17. തന്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ ആദ്യ നോവലായ ദ റൂം ഓൺ ദ റൂഫ് രചിച്ചു. ഇറ്റ് ഗോട്ട് ജോൺ ലെവൻട്രീസ് പ്രൈസ് ഇൻ 1957. ആ ആദ്യ നോവലിന് തന്നെ 1957 ജോൺ ലെവ്ലിൻ റിസ് പ്രൈസ് ലഭിക്കുകയും ചെയ്തു. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദി ആംഗ്രി റിവർ. In 1992, he received the Sahitya Academy Award for his short story collection, Our Trees Still Grow in Terra. തന്റെ ചെറുകഥാ സമാഹാരമായ Our Trees Still Grow in Terra എന്ന പുസ്തകത്തിന് 1992 സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. He was awarded the Padma Shri in 1999 for his contribution to children's literature. ബാലസാഹിത്യത്തിന് തന്റെ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ട് 1999 അദ്ദേഹത്തിന് പത്മശ്രീയും ലഭിച്ചു. He got the Lifetime Achievement Award in 2017. He now lives with his adoptive family in Lantur, near Mussoorie, Uttarakhand. ഉത്തരാഖണ്ഡിൽ മുസൂറി പട്ടണത്തിനടുത്ത് ലാൻഡൂർ പ്രദേശത്ത് റസ്കിൻ ബോണ്ട് ഇപ്പോഴും തന്റെ കുടുംബസമേതം ജീവിച്ചു വരുന്നു. Now, let's go through the story. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. ഇന്ത്യയിലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ വീടും പറമ്പും എൻ്റെ മുത്തച്ഛൻ്റെ സാമ്രാജ്യമായിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പ്രൗഢഗംഭീരമായ ഒരു ആൽമരം എൻ്റേതായിരുന്നു. അങ്ങനെ പറയാൻ മുഖ്യ കാരണം 65ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന മുത്തച്ഛന് ഇനി മരം കയറാനൊന്നും കഴിയുമായിരുന്നില്ല. The word domain means an area under one's control. സാമ്രാജ്യം എന്ന് മലയാള അർത്ഥം. Magnificent means elegant, പ്രൗഢഗംഭീരമായ. Grandmother used to tease him about this. He would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. മരം കയറാൻ കഴിയുന്നില്ല എന്നതിൻ്റെ പേരിൽ ഏതോ ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിന്റെ പേരും പറഞ്ഞ് മുത്തശ്ശി എപ്പോഴും മുത്തച്ഛനെ പരിഹസിക്കലും പതിവായിരുന്നു. ആരാണ് ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്? 117 വയസ്സുവരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് സ്ത്രീയായിരുന്നു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. 117ാമത്തെ വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണാണ് അവർ മരിച്ചത്. അല്ലെങ്കിൽ അവർ അതിലും കൂടുതൽ കാലം ജീവിച്ചേനെ. കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ നിക് നെയിം യൂസ്ഡ് ബൈ ദി ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ടു ഡിനോട്ട് ഹെർ ലോങ്ജുവിറ്റി. തൻ്റെ ദീർഘായുസിനെ പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇംഗ്ലീഷ് എഴുത്തുകാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു നിക് നെയിമാണ് കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. ആ കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ പേര് കാതറീൻ ഫിറ്റ്സ്ജെറാൾഡ് എന്നാണെന്ന് പറയപ്പെടുന്നു. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dera, nestling in a valley at the foot of the Himalayas. പടർന്നു പിടിച്ച ശിഖരങ്ങളും ഭൂമിയിലേക്ക് തന്നെ വളർന്ന് വീണ്ടും വേര് പിടിച്ച് സങ്കീർണമായ കമാന ആകൃതികൾ തീർത്ത് നിൽക്കുന്ന ആ വൻ ആൽമരം എനിക്ക് അനന്തമായ ആഹ്ലാദം നൽകിയിരുന്നു. ആ മരം ഞങ്ങളുടെ വീടിനേക്കാളും എൻ്റെ മുത്തച്ഛനേക്കാളും പ്രായക്കൂടുതലുള്ളതായിരുന്നു. ഹിമാലയ താഴ്വരകളിൽ പറ്റിച്ചേർന്ന് നിലകൊള്ളുന്ന ഡെഹ്റ പട്ടണത്തോളം തന്നെ പഴക്കം ആ മരത്തിനുമുണ്ടായിരുന്നു.
The word maze here means a complicated or confusing network. ആശയക്കുഴപ്പമുണ്ടാകുന്ന വളരെ സങ്കീർണമായ ഒരവസ്ഥ എന്നർത്ഥം. Nuzzling means resting, ചേർന്ന് നിൽക്കുന്ന എന്നർത്ഥത്തിൽ. The first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. എൻ്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ചാരനിറത്തിലുള്ള ഒരു അണ്ണാൻ ആയിരുന്നു. അവൻ തൻ്റെ മുതുക് ആർച്ച് പോലെ വളച്ചു പിടിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് മണം പിടിക്കും പോലെ ശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ കടന്നുകയറ്റത്തിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ ആദ്യ പെരുമാറ്റം. എന്നാൽ ഞാൻ എയർഗൺ, കാറ്റപ്പൾട്ട് അഥവാ കവണ പോലുള്ള ആയുധങ്ങൾ കൈവശം വെച്ചിട്ടില്ല എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ എന്നോട് കൂടുതൽ സൗഹാർദ്ദത്തിലായി. ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ കഷ്ണങ്ങൾ നൽകിയപ്പോൾ എന്നോട് അടുക്കാൻ അവന് കൂടുതൽ ധൈര്യം കിട്ടുകയും എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഭക്ഷണം കഴിക്കും വിധം എന്നോട് സൗഹൃദത്തിലാവുകയും ചെയ്തു. സ്നിഫിംഗ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് എയർ ഇൻ ക്വിക്ക്ലി ത്രൂ ദി നോസ്. അന്തരീക്ഷത്തിൽ ഇങ്ങനെ മൂക്കിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് മണം പിടിക്കുന്ന പോലെ ശ്വാസം എടുക്കുന്നതാണ് സ്നിഫ് എന്ന് പറയുന്നത്. റിസെന്റ് മീൻസ് ടു ഷോ ഡിസ്ലൈക്ക് ഓർ ആങ്കർ, ദേഷ്യമോ അതല്ലെങ്കിൽ വെറുപ്പൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിക്ക്. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. കൂടുതൽ കാലം കഴിയും മുമ്പ്, അതായത് കുറഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ അവൻ എൻ്റെ പോക്കറ്റിലിറങ്ങി തപ്പിത്തെരഞ്ഞ് കാണുന്നതെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങി. അവൻ തീരെ ചെറിയൊരു അണ്ണാൻ കുഞ്ഞായിരുന്നു. ഞാനെന്ന മനുഷ്യനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവനെക്കുറിച്ച് കരുതിയിരിക്കാം, ഒന്നുകിൽ അവനൊരു വിഡ്ഢി അല്ലെങ്കിൽ ഒരു അഹങ്കാരി എന്ന്. The word delve means search thoroughly to find something as if by digging. കുഴിച്ചു നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചികഞ്ഞുകൊണ്ട് കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുക എന്നർത്ഥത്തിൽ. അതോടൊപ്പം തന്നെ ഹെൽപ്പിംഗ് ഹിംസെൽഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈറ്റിംഗ് വാട്ട് എവർ ഹി ഗെറ്റ്സ്, എന്താണോ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചുകൊണ്ട് എന്നർത്ഥത്തിൽ. ഇവിടെ ഹെഡ് സ്ട്രോങ് മീൻസ് സാധാരണ നമ്മൾ പറയുന്ന അഹങ്കാരമുള്ള, തലക്കനമുള്ള, വിതൗട്ട് ലിസണിങ് ടു അതേഴ്സ് അഡ്വൈസ് ഓർ വാർണിംഗ് എന്നർത്ഥത്തിൽ. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ആ മരത്തിൽ പഴങ്ങൾ നിറയുമ്പോൾ എല്ലാത്തരം പക്ഷികളും മരച്ചില്ലകളിൽ വന്നുകൂടും. ഉദരഭാഗം ചുവപ്പ് നിറമുള്ളതും ആഹ്ലാദവതിയും ആർത്തിക്കാരിയുമായ ബുൾബുൾ പക്ഷി, എപ്പോഴും കലവില കൂട്ടുന്ന പാസ്റ്റർ പക്ഷികൾ, തത്തയും കാക്കയും എല്ലാവരും കൂടി എപ്പോഴും പരസ്പരം ശബ്ദ കോലാഹലം തീർക്കും. പഴക്കാലം എത്തിയാൽ പിന്നെ പ്രദേശത്തെ ഏറ്റവും ബഹളമയമായ സ്ഥലം ഈ ആൽമരം തന്നെയായിരിക്കും. ഗോസിപ്പിംഗ് മീൻസ് ചാറ്ററിങ്, ശബ്ദമുണ്ടാക്കുന്ന, കലവില കൂട്ടുന്ന എന്നൊക്കെ അർത്ഥം. സ്ക്വാബ്ലിംഗ് മീൻസ് കോറലിംഗ് നോയ്സിലി, ശബ്ദകോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം കലഹിക്കുന്ന എന്നർത്ഥത്തിൽ. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with the cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. മരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഞാനൊരു പ്ലാറ്റ്ഫോം അഥവാ തട്ട് പണിതിരുന്നു.
ചൂട് കുറഞ്ഞ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇരുന്ന് സമയം ചെലവഴിക്കാറ് പതിവായിരുന്നു. വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്നെടുത്ത തലയിണ മരത്തിലേക്ക് ചാരിവെച്ച് ഞാൻ അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. ട്രഷർ ഐലൻഡ്, ഹെക്കിൾബറി ഫിൻ, ദ മോഗ്ലി സ്റ്റോറീസ്, അതുപോലെ തന്നെ എഡ്ഗർ റൈസ് ബറോവിൻ്റെയും ലൂയിസ മേ അൽക്കോട്ടിൻ്റെയും നോവലുകൾ, ഇതെല്ലാം എൻ്റെ വായനയുടെ വൈവിധ്യം തീർത്തു. പ്രോപ്പിംഗ് മീൻസ് സപ്പോർട്ടിംഗ് ഓർ കീപ്പിംഗ് ഇൻ പൊസിഷൻ, ചാരി ഇരുന്നു കൊണ്ട് എന്നൊക്കെ അർത്ഥം. ബോൾ മീൻസ് ട്രങ്ക് ഓഫ് എ ട്രീ, ഒരു മരത്തിൻ്റെ തടിമരം. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with the fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree. But on one particular afternoon, I had enough excitement to last me through the summer. വായനയിൽ താല്പര്യമില്ലാതിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് താഴെ ഇലകൾക്കിടയിലൂടെ കാഴ്ചകൾ കാണുമായിരുന്നു. മുത്തശ്ശി തുണികൾ അലക്കി വിരിക്കുന്നതും എടുക്കുന്നതും, പാചകക്കാർ പഴം പച്ചക്കറി കച്ചവടക്കാരുമായി തർക്കിക്കുന്നതും, മുത്തച്ഛൻ തൻ്റെ ഇംഗ്ലീഷ് മോഡൽ ഗാർഡനിൽ വാശിയിലെന്ന പോലെ വളരുന്ന ഇന്ത്യൻ മാരിഗോൾഡ് അഥവാ ജമന്തി ചെടികളോട് പിറുപിറുത്ത് പരാതിപ്പെടുന്നതും എല്ലാം എനിക്ക് കാണാമായിരുന്നു. അത്ര ആവേശകരമായ സംഭവങ്ങളൊന്നും സാധാരണ അവിടെ ഉണ്ടായില്ല. എന്നാൽ ഒരു വേനലവധിക്കാലം മുഴുവൻ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ തക്കവിധം ആവേശോജ്വലമായ ഒരു സംഭവം ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടായി. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. പൂന്തോട്ടത്തിൽ ഒരു കീരിയും മൂർഖൻ പാമ്പും മരണം വരെ പോരാടിയത് ഞാൻ അവർക്ക് മുകളിൽ മരത്തിൽ ഇരുന്നു കൊണ്ട് കണ്ടതായിരുന്നു ആ സംഭവം. It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had seen often, emerged from the bushes and went straight for the cobra. അതൊരു ഏപ്രിൽ മാസത്തിലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അടുത്തുകൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ ചൂടുകാറ്റ് കാരണം മുത്തച്ഛനടക്കം എല്ലാവരും വീട്ടിനകത്തായിരുന്നു. എനിക്കും ഉച്ചമയക്കം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വീടിൻ്റെ പുറകിലെ കുളത്തിൽ പോയി നീന്തിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് മുൾച്ചെടി കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ മൂർഖൻ പുറത്തേക്ക് ഇഴഞ്ഞു വന്ന് ഗാർഡനിലെ തണുപ്പുള്ള സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങുന്നത് ഞാൻ കണ്ടത്. അതേ സമയം തന്നെ ചെടികൾക്കിടയിൽ നിന്ന് ഒരു കീരിയും പ്രത്യക്ഷപ്പെട്ട് പാമ്പിനെ ആക്രമിക്കാനെന്ന പോലെ ഇറങ്ങി വന്നു. ആ കീരിയെ ഞാൻ പല പ്രാവശ്യം അവിടെ കണ്ടിട്ടുണ്ട്. In a clearing beneath the tree, in bright sunshine, they came face to face. ഞാൻ ഇരിക്കുന്ന മരത്തിന് തൊട്ട് താഴെ തുറസായ ഒരു സ്ഥലത്ത് നല്ല വെയിലിൽ അവ രണ്ടും മുഖാമുഖം വന്നു നിന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. ആ മൂർഖൻ അറിയാമായിരുന്നു കീരി നല്ല ആക്രമണ സ്വഭാവമുള്ള തന്ത്രശാലിയായ മികച്ചൊരു പോരാളിയാണെന്ന്. എന്നാൽ മൂർഖനും ഒട്ടും മോശമല്ലാത്ത കഴിവും പരിചയവുമുള്ള നല്ലൊരു പോരാളി തന്നെ. മിന്നൽ വേഗത്തിൽ ചലിച്ച് ശത്രുവിനെ കൊത്താൻ അവന് കഴിയും. അവൻ്റെ കൂർത്ത വിഷപ്പല്ലുകൾക്ക് പിറകിലെ അറയിൽ മാരകമായ വിഷം നിറഞ്ഞിരിക്കുകയായിരുന്നു. അഗ്രസീവ് മീൻസ് വിഗറസ്, ആംഗ്രി ആൻഡ് വയലന്റ്, ആക്രമണ സ്വഭാവമുള്ള എന്നൊക്കെ അർത്ഥം. സാക്സ് മീൻസ് ബാഗ്സ്, ഇയർ വിഷസഞ്ചി. ഫാങ്സ്, ലോങ് ആൻഡ് ഷാർപ്പ് ടീത്ത്.
നീണ്ട കൂർത്ത വിഷപ്പല്ലുകൾ. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഏതായാലും ഇതൊരു വീരശൂര പോരാളികളുടെ പോരാട്ടം തന്നെയാകും. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad, spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. ധാർഷ്ട്യം ചീറ്റിക്കൊണ്ട് തൻ്റെ രണ്ടായി പിളർന്ന നാക്ക് അകത്തേക്കും പുറത്തേക്കും ഇട്ടുകൊണ്ട് തൻ്റെ 6 അടി ശരീരത്തിൻ്റെ 3 അടിയും തറയിൽ നിന്ന് ഉയർത്തി പത്തി വിടർത്തി ആ മൂർഖൻ അങ്ങനെ നിന്നു. കീരിയും തൻ്റെ വാലിലെ രോമമെല്ലാം വിടർത്തിക്കൊണ്ടും തൻ്റെ മുതുകത്തെ കട്ടിയുള്ള രോമമെല്ലാം എഴുന്നേറ്റ് നിൽപ്പിച്ചുകൊണ്ടും അവനും തയ്യാറായി നിന്നു. മുമ്പ് പലവട്ടം ഈ രോമങ്ങളാണ് കീരിയെ മാരകമായേക്കാവുന്ന പാമ്പുകടിയിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. ഡിഫൈൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, ശക്തമായ പ്രതിരോധം. ഹിസ് ശീൽക്കാര ശബ്ദമുണ്ടാക്കുക, അതല്ലെങ്കിൽ ചീറ്റുക എന്നൊക്കെ അർത്ഥം. ഫാറ്റൽ, ഡെഡ്ലി, മാരകം ആയേക്കാവുന്ന, മരണകാരണം ആയേക്കാവുന്ന എന്നൊക്കെ അർത്ഥം. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. One was a myna and the other a jungle crow, not the wily urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. മരത്തിന് മുകളിലെ എൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഈ 2 പോരാളികൾക്കും അറിവില്ലെങ്കിലും മറ്റു 2 കാഴ്ചക്കാരെക്കുറിച്ച് അവർ ബോധവാന്മാരായി. ഒന്നൊരു മൈനയും മറ്റത് ഒരു കാട്ടുകാക്കയുമായിരുന്നു. ആ കാട്ടുകാക്ക പട്ടണങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള തന്ത്രശാലിയായ ഒരു കാക്ക ആയിരുന്നില്ല. ഈ ഒരു പോരാട്ടത്തിനുള്ള ഒരുക്കം അവർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരഫലം എന്താകുമെന്ന് അറിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു മുൾച്ചെടിക്ക് മുകളിൽ അവർ കാത്തിരുന്നു. അവർ വെറും കാഴ്ചക്കാരായി മാത്രം നിന്നിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു ആ 2 പേർക്കും നല്ലത്. കമ്പാറ്റൻറ്റ് മീൻസ് ഫൈറ്റേഴ്സ്, പോരാളികൾ. സ്പെക്ടക്ടേഴ്സ്, വ്യൂവേഴ്സ്, കാഴ്ചക്കാർ. വൈലി, കണ്ണിങ് ഓർ ക്ലവർ, തന്ത്രശാലിയായ എന്നൊക്കെ അർത്ഥം. ഹാഡ് ദ ബീൻ എന്നുള്ളത് ഇഫ് ദ ഹാഡ് ബീൻ എന്നതിൻ്റെ മറ്റൊരു എക്സ്പ്രഷനാണ്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. മൂർഖൻ പ്രതിരോധത്തിൽ നിലകൊണ്ടു. കീരിയെക്കൊണ്ട് തെറ്റായ മുന്നേറ്റം നടത്താൻ പ്രേരിപ്പിക്കും വിധം പാമ്പ് ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് എന്നിങ്ങനെ ഇളകിയാടിക്കൊണ്ട് നിലയുറപ്പിച്ചു. പക്ഷേ തൻ്റെ എതിരാളിയുടെ തിളക്കമാർന്നതും ഇമചിമ്മാത്തതുമായിട്ടുള്ള കണ്ണിൻ്റെ ശക്തിയെക്കുറിച്ച് കീരിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കീരി മൂർഖൻ്റെ കണ്ണുകളിലേക്കുള്ള നോട്ടം ഒഴിവാക്കി. Instead, he fixed his gaze at a point just below the cobra's head and opened the attack. പകരം പാമ്പിന്റെ പത്തിക്ക് തൊട്ട് താഴെ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് കീരി ആക്രമണം തുടങ്ങി. മൂവിംഗ് ഫോർവേഡ് ക്വിക്ലി until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. മൂർഖന്റെ പിടിയിൽ എത്തും വരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് കീരി പെട്ടെന്നൊരു വശത്തേക്ക് ഒരു വ്യാജ നീക്കം നടത്തി. പാമ്പിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധം ഒരു തെറ്റായ ഒരു ചതി നീക്കം കീരി നടത്തി.
ഉടനെ പാമ്പ് ആഞ്ഞു കൊത്തി. പാമ്പിന്റെ വിടർത്തിയ പത്തി അതിവേഗത്തിൽ താഴുന്നത് കണ്ട് ഇനി ഈ കീരിയെ ഒരു ശക്തിക്കും രക്ഷിക്കാനാകില്ലെന്ന് ഞാൻ കരുതിപ്പോയി. പക്ഷേ ആ കൊച്ചു ചങ്ങാതി അതിവേഗം ഒരു വശത്തേക്ക് തെന്നി മാറുകയും അതേ വേഗത്തിൽ തിരിച്ച് പാമ്പിന്റെ പുറത്തേക്ക് ചാടി വീണ് കടിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പാമ്പിന്റെ പിടിയിൽ നിന്ന് അകന്നു മാറുകയും ചെയ്തു. ഫെയിൻറ്റ് മീൻസ് എ ഡിസെപ്റ്റീവ് ഓർ പ്രിറ്റൻഷ്യസ് മൂവ്. മറ്റൊരാളുടെ ഉന്നം തെറ്റിക്കുന്ന രൂപത്തിൽ തെറ്റായിട്ടുള്ള ഒരു നീക്കം നടത്തുക എന്നർത്ഥം. അത്തരം ഒരു തെറ്റായ നീക്കം അതാണ് ഫെയിൻറ്റ്, ഒരു ചതിപ്രയോഗം എന്നർത്ഥം. The moment Cobra struck, the crow and the myna hurled themselves at him, only to collide heavily in the mid-air. Shrieking at each other, they returned to the cactus plant. പാമ്പ് കീരിയെ കൊത്താൻ തുനിഞ്ഞ ആ നിമിഷം തന്നെ കാക്കയും മൈനയും പാമ്പിന് നേരെ കുതിച്ചു. പക്ഷേ അവർ പരസ്പരം അന്തരീക്ഷത്തിൽ കൂട്ടിമുട്ടുകയാണ് ഉണ്ടായത്. വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ മുൾച്ചെടിക്ക് മുകളിലെ തങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് തന്നെ തിരിച്ചു പറക്കുകയും ചെയ്തു. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. പാമ്പിന്റെ ശരീരത്തിൽ ഏതാനും രക്തത്തുള്ളികൾ പൊടിഞ്ഞു. അവ വെയിലിൽ തിളങ്ങി. പാമ്പ് വീണ്ടും കൊത്താൻ ശ്രമിച്ചു, പക്ഷേ ലക്ഷ്യം തെറ്റി. കീരി വീണ്ടും പാമ്പിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തന്ത്രപരമായി തെന്നി മാറിക്കൊണ്ട് പാമ്പിന്റെ മേൽ ചാടി വീണ് കടിച്ചു. ആ പക്ഷികളും പാമ്പിന് നേരെ കുതിച്ചു. പക്ഷേ വീണ്ടും പരസ്പരം കൂട്ടിമുട്ടുകയും വേദനിച്ച് കരഞ്ഞുകൊണ്ട് മുൾച്ചെടിയിലെ തങ്ങളുടെ സുരക്ഷിത താവളത്തിലേക്ക് തന്നെ തിരിച്ചു പറക്കുകയും ചെയ്തു. ഗ്ലിസൺ മീൻസ് ഷൈൻ ഓർ ഗ്ലിറ്റർ, തിളങ്ങുക എന്നർത്ഥം. ബംപ്ഡ് മീൻസ് സ്മാഷ്ഡ് ഓർ ഹിറ്റ്, കൂട്ടിമുട്ടി. The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra. But this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in the mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. പോരാട്ടത്തിന്റെ മൂന്നാം റൗണ്ടും ആദ്യ പോലെ തന്നെ തുടർന്നു. പക്ഷെ ഈ പ്രാവശ്യം നാടകീയമായ ഒരു മാറ്റമുണ്ടായി. മൈനയും കാക്കയും ഈ പോരാട്ടത്തിൽ തുടരാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. എന്നാൽ ഈ പ്രാവശ്യം അവർ പരസ്പരം കൂട്ടിയടിക്കാതെയും അവരുടെ ലക്ഷ്യം തെറ്റിപ്പോവുകയും ചെയ്തു. മൈന തന്റെ കുതിപ്പ് മുന്നോട്ട് തന്നെ നടത്തി അവസാനം ഇരിപ്പിടത്തിലേക്ക് തിരിച്ചു പറന്നു. എന്നാൽ കാക്ക പാതി വഴിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്ന് പെട്ടെന്ന് തിരിയാൻ ശ്രമിച്ചു. ആ നിമിഷം തന്നെ മൂർഖൻ തന്റെ തല തിരിച്ചുകൊണ്ട് ശക്തമായി ആഞ്ഞടിച്ചു. മൂർഖന്റെ തലയുടെ മുൻഭാഗം കാക്കയുടെ ശരീരത്തിൽ ശക്തമായ പ്രഹരമേൽപ്പിച്ചു. I saw the bird flung nearly 20 feet across the garden, where, after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. ഗാർഡന് കുറുകെ ഏകദേശം 20 അടി അകലത്തേക്ക് കാക്ക തെറിച്ചു പോകുന്നത് ഞാൻ കണ്ടു. അതവിടെ അല്പനേരം കിടന്ന് പിടഞ്ഞ് പിന്നീട് നിശ്ചലമായി. മൈന മുൾച്ചെടിയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. പിന്നീട് പോരാട്ടത്തിൽ പങ്കെടുക്കാതെ ബുദ്ധിപൂർവം മാറി നിന്നു. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snapped at the big snake by the snout. മൂർഖൻ തളരുകയായിരുന്നു. എന്നാൽ കീരി അല്പം പോലും ഭയപ്പാടില്ലാതെ മുന്നോട്ട് നീങ്ങി. തൻ്റെ കൊച്ചു കാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് പാമ്പിന്റെ തല മിന്നൽ വേഗത്തിൽ തൻ്റെ വായ്ക്കകത്താക്കി.
The cobra writhed and lashed about in a frightening manner, and even coiled itself about the mongoose, but all to no avail. മൂർഖൻ വേദന കൊണ്ട് പൊളഞ്ഞു. തൻ്റെ ശരീരം ഭയാനകമാം വിധം നിലത്തിട്ടടിച്ചു. കീരിയുടെ ശരീരത്തിൽ ചുറ്റി വരിഞ്ഞു. പക്ഷെ എല്ലാം നിഷ്ഫലമായിപ്പോയി. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and gripping it round the hood, dragged it into the bushes. മൂർഖൻ തൻ്റെ പോരാട്ടം പാടെ അവസാനിപ്പിക്കും വരെ നമ്മുടെ കൊച്ചു കീരി പാമ്പിൻ്റെ ശരീരം കടിച്ചു പിടിച്ചു നിന്നു. പിന്നീട് കിടന്ന് പിടക്കുന്ന പാമ്പിൻ്റെ ശരീരമാസകലം ഒന്ന് മണം പിടിച്ചു. ശേഷം പത്തിയുടെ ഭാഗം കടിച്ചു പിടിച്ചുകൊണ്ട് കീരി അതിനെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then, with a shrill cry of congratulation, flew away. മൈന ശ്രദ്ധയോടെ താഴെ ഇറങ്ങി. അല്പസമയം അവിടേക്ക് ചാടി നടന്ന് പിന്നീട് വന്ന് സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് കുറ്റിക്കാട്ടിലേക്ക് എത്തി നോക്കി. എന്നിട്ട് അഭിനന്ദനത്തിൻ്റെ ഒരു ആർപ്പുവിളി ശബ്ദമുണ്ടാക്കി എങ്ങോ പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. ഞാനും മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാൻ കണ്ട ആ പോരാട്ടത്തെക്കുറിച്ച് മുത്തച്ഛനോട് പറഞ്ഞു. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scrap from the kitchen. കീരി പോരാട്ടം ജയിച്ചു എന്നറിഞ്ഞതിൽ മുത്തച്ഛൻ ഏറെ സന്തോഷിച്ചു. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ നൽകിക്കൊണ്ട് കീരിയെ ഗാർഡനിൽ തന്നെ ജീവിക്കാൻ മുത്തച്ഛൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പാമ്പുകളെ കീരി അകറ്റി നിർത്തും എന്നതായിരുന്നു അതിനുള്ള കാരണം. He had never tried taming it because wild mongoose was more useful than a domesticated one. ഒരിക്കലും മുത്തച്ഛൻ ആ കീരിയെ ഇണക്കി വളർത്താൻ ശ്രമിച്ചിരുന്നില്ല. കാരണം ഇണങ്ങിയ കീരിയേക്കാൾ നല്ലത് വന്യമായ കീരിയാണ് പാമ്പുകളെ തുരത്താൻ എന്ന് മുത്തച്ഛൻ വിശ്വസിച്ചിരുന്നു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. But he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. ഗാർഡന്റെ 4 മൂലയിലും ഈ കീരി റോന്ത് ചുറ്റുന്നത് പലവട്ടം ഞാൻ ആൽമരത്തിൽ ഇരുന്നു കൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു കോഴിമുട്ടയും വായിലാക്കി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ കോഴിക്കൂട്ടിലും സന്ദർശനം നടത്തുന്നുണ്ടെന്ന്. എന്നാൽ അവൻ ഒരിക്കലും കോഴികളെ ആക്രമിച്ചിട്ടില്ല. പാമ്പുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നത് കൊണ്ട് അവൻ കോഴിമുട്ട മോഷ്ടിക്കുന്നത് മുത്തശ്ശി ക്ഷമിക്കുമായിരുന്നു. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. ചാരനിറത്തിലുള്ള അണ്ണാന്റെയും വെള്ള എലിയുടെയും വിചിത്ര വിശേഷത്തിന്റെ ഒരു പശ്ചാത്തലം കൂടിയായിരുന്നു ആ ആൽമരം എന്ന് പറയാം. Maybe a humorous allusion to the famous novel by R.L. Stevenson, The Strange Case of Dr. Jekyll and Mr. Hyde. ഇവിടെ The Strange Case of the Grey Squirrel and the White Rat എന്നുള്ള ഈ തമാശ പരാമർശം ഒരുപക്ഷെ R.L. സ്റ്റീവൻസിൻ്റെ വിഖ്യാതമായ ഒരു നോവലുണ്ട് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് തമാശ രൂപത്തിൽ ഉപയോഗിച്ച ഒരു പ്രയോഗമായിരിക്കാം ഇത്. The white rat was grandfather's. He had bought it from the bazaar for 4 annas. But I would often take it with me into the roots and branches of the old tree, banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursions among the branches. വെള്ള നിറത്തിലുള്ള എലി
മുത്തച്ഛൻ്റെതായിരുന്നു. അങ്ങാടിയിൽ നിന്ന് 4 അണക്ക് മുത്തച്ഛൻ വാങ്ങിയതാണ് അതിനെ. ഞാൻ മിക്കപ്പോഴും അതിനെ എൻ്റെ കൂടെ ആൽമരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവിടെ അത് ഏതോ ഒരു അണ്ണാനുമായി സൗഹൃദത്തിലായി. അവർ ആ മരച്ചില്ലകളിലൂടെ വിനോദസഞ്ചാരം പോലെ ചുറ്റിക്കറങ്ങാറും പതിവായിരുന്നു. Here the word Anna means a former monetary unit of India, equal to 1/16 of a rupee. 4 annas is equal to 25 paise. അണ എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഒരു മുൻകാലത്തുണ്ടായിരുന്ന ഒരു മോണിറ്ററി യൂണിറ്റാണ്. അതായത് 16-ൽ 1, ഒരു രൂപയുടെ 16-ൽ 1 ഒരു അണ എന്നുള്ളത്. ഇവിടെ 4 അണാസ് എന്നുള്ളത് 4 അണാസ് ഈസ് ഈക്വൽ ടു 25 പൈസ. 4 അണ എന്ന് പറയുന്നത് 25 പൈസയാണ്. Then the squirrel started building a nest. At first, she tried building it in my pockets. And when I went indoors and changed my clothes, I would find straw and grass falling out. അങ്ങനെ ആ അണ്ണാൻ ഒരു കൂടുണ്ടാക്കാൻ തുടങ്ങി. ആദ്യം അത് എൻ്റെ പോക്കറ്റിൽ കൂടുണ്ടാക്കാൻ ശ്രമിച്ചു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിലെത്തി വസ്ത്രം മാറുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് പുല്ലും വൈക്കോലുമെല്ലാം താഴെ വീഴുന്നത് ഞാൻ കണ്ടു. Then one day, grandmother's knitting was missing. We hunted for it everywhere but without success. Next day, I saw something glinting in the hole in the banyan tree. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശിയുടെ തയ്യൽ സാമഗ്രികൾ കാണാതെയായി. ഞങ്ങൾ എല്ലായിടത്തും അതിനുവേണ്ടി തെരഞ്ഞെങ്കിലും വിജയം കണ്ടില്ല. പിറ്റേ ദിവസം ആൽമരത്തിലെ പൊത്തിൽ എന്തോ ഒരു വസ്തു തിളങ്ങുന്നതായി ഞാൻ കണ്ടു. Going up to investigate, I saw that it was the end of the grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. മുകളിൽ കയറി ഞാൻ പരിശോധിച്ചപ്പോൾ മുത്തശ്ശിയുടെ തയ്യൽ സൂചിയുടെ അഗ്രമായിരുന്നു ആ തിളങ്ങിയിരുന്നത് എന്ന് ഞാൻ കണ്ടെത്തി. കൂടുതൽ പരതിയപ്പോൾ ആ മരപ്പത്ത് മുഴുവൻ തയ്യൽ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായി. അതിലുണ്ടായിരുന്ന കമ്പിളിക്കൂട്ടത്തിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. എല്ലാം വെളുത്ത നിറത്തിലുള്ളതായിരുന്നു. Grandfather had never seen white squirrels before, and we gazed at them in wonder. We were puzzled for some time. But when I mentioned the white rat's frequent visit to the tree, Grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case, white squirrels. വെളുത്ത നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ മുത്തച്ഛൻ പോലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം അത്യത്ഭുതത്തോടെ അവയെ നോക്കി നിന്നു. കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ വെള്ള എലിയുടെ മരത്തിലുള്ള പതിവ് സന്ദർശനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, ആ വെള്ള എലി തന്നെയാകണം ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന്. എലികളും അണ്ണാനും പരസ്പരം ബന്ധമുള്ള ജീവികളാണെന്നും അവയ്ക്ക് പരസ്പരം മക്കളുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും മുത്തച്ഛൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടായ മക്കളാണ് എന്നർത്ഥം. ഇത്രയുമാണ് ഈ കഥയുടെ വിശദീകരണങ്ങൾ. ഈ കഥ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.